യേശുവിൽ പ്രിയ സഹോദരരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങളിലൊന്നായ സ്നേഹത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ധ്യാനത്തോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. മെയ് 1 മുതൽ 4 വരെ IMS ധ്യാന ഭവനിൽ വെച്ച് ഇമ്മാനുവൽ ഗോസ്പൽ ടീം ഒരുക്കുന്ന പരിശുദ്ധാത്മാഭിഷേക ധ്യാനം നടക്കുകയാണല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ കൊച്ചുകുട്ടികളെ സ്കൂളിൽ അയച്ച LKG UKG ഉയർന്ന പഠനങ്ങളൊക്കെ നടത്താറുണ്ട്. ആരും സ്നേഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കാറില്ല. എന്നാൽ മാർപ്പാപ്പ പറയുന്നു, ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ പഠിക്കണം. യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ദൈവം സ്നേഹമാകുന്നു. കാണപ്പെടുന്ന ദൈവത്തെ, മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കില്ല. ദൈവം വസിക്കുന്നത് മനുഷ്യനിലാണ്. സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. പൗലോസ് ശ്ലീഹ 1 കോരിന്തോസ് 3:16 പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? മനുഷ്യൻ്റെ ഇന്നത്തെ പ്രശ്നം ദൈവം തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് അറിയാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ദൈവത്തെ തേടി നടന്ന കഥ ആ ഗാനത്തിലൂടെ യേശുദാസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു, പക്ഷേ അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ എന്നാലും ഇന്ന് മനുഷ്യന് അറിയാൻ പാടില്ലാത്തത്, ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നുള്ള യഥാർത്ഥ സത്യം അറിയുന്നില്ല. അതുകൊണ്ടാണ് എവിടെയെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ മനുഷ്യൻ അങ്ങോട്ട് ഓടുകയാണ്. പ്രാർത്ഥന കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് വരുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവസ്നേഹം. ദൈവത്തിൻ്റെ വചനവും യേശുവും പഠിപ്പിച്ചത് അതുതന്നെയാണ്. ദൈവരാജ്യം നിങ്ങളിലാണ്. റോമ 14:17 പറയുന്നത്, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ പൊരുളറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ധ്യാനത്തിലൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോഴാണ് അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷികളായത്. നമുക്കും അവർ അതിലൂടെ നല്ല ഫലം പുറപ്പെടുവിച്ചു. നമുക്കും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി തീരുവാൻ ഈ പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിലേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.